ബീഹാറിൻ്റെ ഇലക്ഷനും ബീഹാറിൻ്റെ ജനങ്ങൾ ഇന്നലെ കൊടുത്തൊരു സന്ദേശം അതിൽ ഒരു വ്യക്തതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയോ കൊല്ലമായി നിതീഷ് കുമാർജിയും നരേന്ദ്രമോദിജീൻ്റെ ഒരു NDA ഭരണം, വികസനം, ലോ ആൻഡ് ഓർഡർ ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തുടരണമെന്ന്. അപ്പോൾ ഒരു കൺവെൻഷണൽ വിസ്ഡം ഉണ്ടല്ലോ, ആൻറ്റി ഇൻകംബൻസി എന്നെല്ലാം പറയുന്നത്. പെർഫോം ചെയ്താൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ, വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥമായ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിച്ചാൽ അവർക്ക് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു. അതാണ് അവിടുത്തെ ഒരു മെസ്സേജ്. എത്രയോ കൊല്ലമായിട്ട് കോൺഗ്രസും RJDയും അതുപോലെ തന്നെ CPM ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, പോളിറ്റിക്സ് ഓഫ് സേവനം. അതാണ് എത്ര കൊല്ലമായിട്ട് അവിടെ നിതീഷ് കുമാർജിയും NDA സർക്കാർ ചെയ്തത്. അതുകൊണ്ട് ഒരു തവണയും കൂടിയും ജനങ്ങൾ അവർക്ക് നല്ലൊരു മാൻഡേറ്റ്, ഒരു നല്ലൊരു മെജോറിറ്റി കൊടുത്തു. അതൊരു മെസ്സേജ്. രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഈ SIR വഴി ഒരു ക്ലാരിറ്റി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതുവരെ കോൺഗ്രസും RJD പോലെ പാർട്ടീസ് അവരുടെ പൊളിറ്റിക്കൽ സക്സസ് എല്ലാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു വോട്ടർ ലിസ്റ്റിൽ അവർ കയറ്റി വെച്ച ഫേക്ക് വോട്ടേഴ്സ്. ഈ SIR വഴി ഫേക്ക് വോട്ടേഴ്സിനെ മാറ്റുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ SIRനെ കുറിച്ച് ചർച്ച വരുമ്പോൾ ഇവിടുത്തെ CPMഉം കോൺഗ്രസും അതിനെ എതിർക്കുന്നത്, അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്.